എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. ഒരു എക്സ്ട്രാ കാർഡ് കൂടി വന്നിട്ടുണ്ട്. വേൾഡ് കാർഡ്, 9 of Wands, 2 of Cups and 10 of Wands. നെക്സ്റ്റ് വന്നിട്ട് 3 of Swords എനർജി കണക്ഷൻസ്, 10 of Swords എനർജി. ലാസ്റ്റ് വന്നിട്ട് കിങ് ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ വേൾഡ് കാർഡ് ആൻഡ് 3 of Cups എനർജി സിറ്റുവേഷൻസ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദുഃഖത്തിൽ നിന്ന് വലിയൊരു സന്തോഷത്തിലേക്ക് വരുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം എന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തെ കുറിച്ച് പറയാനുള്ളത്. ജീവിതത്തിൽ ഒത്തിരി സംഘർഷങ്ങൾക്ക് ശേഷം, മനസ്സമാധാനക്കേടുകൾക്ക് ശേഷം ജീവിതത്തിൽ സന്തോഷത്തിലേക്ക് വരുന്നൊരു സമയമാണ്. ഈ ഒരു മാസം തുടങ്ങുന്നത് തന്നെ ഒരു സന്തോഷ വാർത്തയോട് കൂടിയിട്ടാണ്. ആ ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് മാനസികമായിട്ട് ഒത്തിരി തൃപ്തി തരുന്ന, സമാധാനവും സ്വസ്ഥതയും തരുന്ന ഒരു വാർത്തയായിരിക്കും. ഫൈനലി നമ്മൾ മനസ്സിൽ പറയും, ഫൈനലി അവസാനം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുത്തിരിക്കുന്നു എന്നുള്ളൊരു തൃപ്തിയും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ കുറേ നാളായിട്ട് നിങ്ങൾ ഒത്തിരി ആലോചിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരുന്ന ചില കാര്യങ്ങൾ മനസ്സിന് തൃപ്തി നൽകാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നു എന്നുള്ളതാണ്. കുറേ നാളുകൾക്ക് ശേഷം ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളൊരു കുക്കൂണിനകത്തായിരുന്നു, നിങ്ങൾ ഒറ്റപ്പെടലായിരുന്നു ഒത്തിരി. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് കിടക്കുക. ഇപ്പോൾ കുറേയധികം നാളായിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ അടച്ചുപൂട്ടിയിരിക്കുന്ന ഒരു രീതിയായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തിടയ്ക്ക് സംഭവിച്ച ചില ദുഃഖകരമായിട്ടുള്ള സാഹചര്യം കൊണ്ടും ആവാം. ഇവിടെ ഒരു സ്ട്രോങ് മെസ്സേജ് ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചതി, വഞ്ചനയൊക്കെ പറ്റിയിട്ടുണ്ടാകും. പ്രണയം നടിച്ചു വന്ന് പിന്നെ ഒരു ചീറ്റിംഗ്, അത് പ്രണയമല്ലായിരുന്നു, അത് നിങ്ങൾ ഒരു ടൈം പാസ് ഒരു രീതിയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ മനസ്സിന് ഒത്തിരി ദുഃഖഭാരം തരുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഫൈനലി അടച്ചു പൂട്ടി ഒറ്റയ്ക്ക് നിങ്ങളെ ഒറ്റപ്പെടുത്തി സമൂഹത്തിൽ നിന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ തിരിച്ചു വരികയാണ്. അപ്പോൾ നിങ്ങൾ ഫൈനലി ആ ഒരു ഡിസിഷൻ എടുക്കുന്നു. ആ ഒരു ഡിപ്രസീവ് സ്റ്റേറ്റിൽ നിന്ന് പുറത്ത് വന്നിട്ട് നിങ്ങൾ യാത്രകൾ ചെയ്യാവുന്ന തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. മറ്റൊരാൾ നിങ്ങളുടെ ജീവിതത്തിന് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച ഒരാളെ നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അത് ആലോചിച്ച് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാനുള്ളതല്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ യാത്ര കാണിക്കുന്നുണ്ട്. അപ്പോൾ സോളോ ട്രിപ്പ്, നിങ്ങൾ ഒറ്റയ്ക്ക്, അതായത് നിങ്ങളൊരു ഫ്രീ ബേർഡ്, ഒരു ഫ്രീഡം നിങ്ങൾക്ക് ലഭിച്ചൊരു സ്വാതന്ത്ര്യം ലഭിച്ചൊരു സന്തോഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കിടക്കുകയും നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര, ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും സോളോ ട്രിപ്പും അതുപോലെയുള്ളൊരു യാത്ര ചെയ്യുന്നത്. സാഹസികമായിട്ടുള്ളൊരു യാത്രയും ആവാം. മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന, പ്രത്യേകിച്ച് നിങ്ങളെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോട് ചെറിയ രീതിയിലൊരു അസൂയ കുശുമ്പൊക്കെയുള്ള ആളുകളിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തമാക്കുന്ന അത് എന്ന് പറയുന്നത്, നിങ്ങൾ ആ ഒരു ജീവിതത്തിലെ സിറ്റുവേഷനിൽ നിങ്ങൾ ചിലപ്പോൾ തളർന്നു പോയേക്കാം, പക്ഷെ വീണ്ടും ജീവിതം നിങ്ങൾ തിരിച്ചു പിടിക്കുന്നു. കാണുന്ന ആളുകൾക്ക് ചെറിയൊരു കുസുമ്പ അസൂയൊക്കെ തോന്നാവുന്ന തരത്തിലേക്ക് നിങ്ങൾ ഹാപ്പിയാണ് എന്ന് നിങ്ങളെ സങ്കടപ്പെടുത്തിയ ആളുകളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം എന്നുള്ള രീതിയിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ യാത്രകൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ വിദേശ യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യമായിട്ട് വിദേശത്തേക്ക് യാത്ര പോകുന്നതാവാം. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ കാര്യങ്ങൾ, ഡോക്യുമെൻറ്റേഷൻസ് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പോകുന്നു. പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സാധ്യതകളേറി നിൽക്കുന്ന ഒരു മാസമാണ്. മറ്റുള്ളവർ നാലാൾ നല്ലത് പറയുന്ന എന്ന് നമ്മൾ പറയില്ല, ആ ഒരു രീതിയിൽ സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് നിങ്ങളുടെ ചുറ്റിനും നിങ്ങൾ ജീവിക്കുന്നിടത്തായിരിക്കും ആ ഏരിയയിൽ സന്തോഷവും സമാധാനം നിറഞ്ഞു നിന്നിരുന്നൊരു ഭാഗമായിരിക്കും അടുത്തിടെയായിട്ടിപ്പോൾ ആ ഏരിയ മോശമായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ചുറ്റുപാടും നേരത്തെ ഉണ്ടായിരുന്ന ആ രീതിയിലേക്ക് വരുന്നില്ല എന്നുള്ളതിൽ ഒരു അടുത്തിടയ്ക്ക് നിങ്ങൾക്ക് ആ ഭാഗത്ത് ജീവിക്കാൻ ഒരു ചെറിയൊരു സംഘർഷം മനസ്സിൽ ഫീൽ ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഇപ്പോൾ
തിരിച്ചത് പഴയപടി ആകുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇടപെടലാവാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വരുന്നതിലൂടെ നിങ്ങൾ വീണ്ടും തിരിച്ച് ആ ഒരു പഴയതിലേക്ക് പോകുന്നു. ഇപ്പോൾ ചിലപ്പോൾ കളവോ കൂടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതുപോലുള്ള അതൊക്കെ സുരക്ഷിതത്വത്തിൻ്റെ കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്തതിൽ നിന്ന് തിരിച്ച് നിങ്ങൾ ആ ഒരു ഫേസിലേക്ക് തന്നെ വരുന്നതിൻ്റെ ഒരു സന്തോഷവും കാണിക്കുന്നുണ്ട്. അതേപോലെ 9 of Wands and 10 of Wands ആണ്. 9 of Wands and 10 of Wands എനർജി സിറ്റുവേഷൻ. ജോലി, നിങ്ങളുടെ ജോലി, നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഏതൊരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു കാര്യത്തെക്കുറിച്ചിട്ട് നിങ്ങളുടെ ഉള്ളിൽ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് മുന്നോട്ടേക്ക് ജീവിതത്തെ കൊണ്ടുപോകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പേർപ്പസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതായത് ഒന്ന് ഫിലോസഫിക്കലായിട്ട് ആലോചിക്കുന്നു, ഞാൻ ഇനി എന്താണ്, ഞാൻ ആരാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ. സ്വയമേ ആരാണ്, എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ എൻ്റെ നിയോഗം എന്താണ്. അതായത് നിങ്ങൾ കുറച്ചധികം ഇച്ചിരി ആത്മീയതയിലേക്ക്, കുറച്ച് ഫിലോസഫിക്കലായിട്ടുള്ളത്, പുസ്തകങ്ങൾ ഒത്തിരി വായിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഫിലോസഫിക്കലായിട്ടുള്ളത്, ആത്മീയത തേടിയുള്ള യാത്ര. ചില ആളുകൾ ഈവൻ ട്രിപ്സ്, യാത്രകൾ അതുപോലെ പോകുന്നുണ്ട്. ഈവൻ ഹിമാലയൻ അല്ലെങ്കിൽ അതുപോലെ വളരെയധികം ഇപ്പോൾ കാശി, രാമേശ്വരം ആ ഒരു ലെവലിലേക്കാവാം. ദൈവീകവും ആത്മീയതയൊക്കെ കലർന്നിട്ടുള്ളൊരു ജീവിതശൈലിയിലേക്ക് മാറാം. ചില ആളുകൾ ഈവൻ ആശ്രമങ്ങളോ അല്ലെങ്കിൽ സന്യാസം ആ ഒരു ലെവൽ, അല്ലെങ്കിൽ ദീക്ഷ എടുക്കുന്നത്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാനും ചാൻസസ് ഉണ്ട്. എല്ലാവരിലും അങ്ങനെയാണെന്നല്ല. കാരണം നിങ്ങളുടെ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാവാം. ചില ആളുകൾ ഇപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ വിവാഹപ്രായമായി വിവാഹം കഴിപ്പിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മക്കൾക്കൊക്കെ ജോലി കിട്ടി, എല്ലാവരും സെറ്റിലായി, നിങ്ങളുടെ ലൈഫിൽ ഇനി വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നുള്ളൊരു ഫീലാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി വേണ്ടത് ഇതാണ് എന്നുള്ളൊരു ഫീലാവാം. ഒന്നുമില്ല എന്നുള്ളതല്ല, എൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി ഞാൻ ലൈഫിൽ ആഗ്രഹിക്കുന്ന ഇന്ന കാര്യം ചെയ്യാനാണ്. ആത്മീയത അല്ലെങ്കിൽ മനസ്സമാധാനം, ഇന്നർ റിഫ്ലക്ഷൻ നിങ്ങളിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനൊക്കെയാണ് കാണിക്കുന്നത്. പല ഉത്തരവാദിത്തങ്ങളും തീരുന്നതിൻ്റെ തൃപ്തിയും സന്തോഷമൊക്കെ നിങ്ങൾ അനുഭവിക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളത്. അതേപോലെ 9 of Wands and 10 of Swords എനർജി ആണ്. അഗെയിൻ വളരെ പോസിറ്റീവായിട്ട് സിറ്റുവേഷൻ. 9 of Wands, 9 of Wands, 9 of Wands, 10 of Swords എനർജി സിറ്റുവേഷൻ ഒരു സ്ട്രോങ് മെസ്സേജാണ്. ലൈഫിൽ ബാലൻസ് കൊണ്ടുവരുന്ന സമയമാണ്. വളരെ നല്ലൊരു മാസം എന്ന് പറയുന്നത് പല കാര്യങ്ങളുടെയും പര്യവസാനമാണ്. നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ ഒത്തുതീർപ്പാകുന്നു, ചില കാര്യങ്ങളുടെ നിങ്ങളുടെ ഉത്തരവാദിത്തം, ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ തീരുന്നു, ചില കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു എന്നുള്ള തൃപ്തിയാവാം. പിന്നെ ഇപ്പോൾ ചില ആളുകൾ ജോലി വിട്ടിട്ട് പുതിയൊരു ജോലിയിലേക്ക് കയറുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ഇന്നൊരു ജോലിയിലായിരുന്നിരിക്കാം, കാരണം സാമ്പത്തികം ഒത്തിരി ആയിരുന്നിരിക്കും. ഇപ്പോൾ അത് മാറി നിങ്ങളൊരു സാധാ ഒരു ജോലിയിലേക്ക് മാറുന്നു, കാരണം നിങ്ങൾക്കതാണ് ഇഷ്ടം. നേരത്തെ വേണ്ടത്ര സാമ്പത്തികമൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല, കാരണം കുടുംബപരമായിട്ട് പല കാര്യങ്ങളും തീർന്നിട്ടുണ്ടാവാം. ചില ആളുകൾ ലോൺ തീർക്കുന്നുണ്ട്. അപ്പോൾ കുറേ ലോൺ ഉണ്ടായിരുന്നു, ഫൈനലി തീർക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സമാധാനവും സ്വസ്ഥയും ഒരു മാസത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ 9 of Wands and 10 of Swords എനർജി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എൻഡിങ് ഫേസാണ്. ചില ഫേസ് ജീവിതത്തിൽ, ഇപ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടം തീർന്നിട്ട് ജോലിയിലേക്ക് കയറുന്നു, ഒരു കാലഘട്ടം നിങ്ങളുടെ തീർന്നു, അല്ലെങ്കിൽ സിംഗിൾ ആയിരുന്നവർ മാരീഡ് ആവുന്നു, അല്ലെങ്കിൽ എൻഗേജ്ഡ് കമ്മിറ്റഡ് ആവുന്ന സിറ്റുവേഷൻ. ആ ഒരു ഫേസ് കഴിഞ്ഞ് അടുത്ത ഫേസിലേക്ക് ബാച്ചിലർ ലൈഫ് തീർന്ന് പുതിയൊരു ഫേസിലേക്ക് വരുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും നിങ്ങൾ ചിന്തിച്ച് പോന്നിരുന്ന രീതി, അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിച്ച് പോന്നിരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തതയിലേക്ക് വരികയാണ്. സമ്പത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം വരുന്ന ഒരു സമയം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ 3 of Swords and 2 of Cups എനർജി കണക്ഷൻസ് ആണ്. ജീവിതത്തിൽ കുറച്ച് നാളായിട്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർ, അത് സിംഗിളായിട്ടുള്ളവർ മാരീഡ് കമ്മിറ്റഡ് ആ ഒരു സ്റ്റാറ്റസിലേക്ക് പോകുന്നുണ്ട്, വിവാഹ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ഒരുമിച്ച് ചേർന്ന്. പിന്നെ ഡിവോഴ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് സെക്കൻഡ് മാരേജിന് ചാൻസസ് കാണിക്കുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ സ്പൗസ് ഇല്ലാത്തവരോ മരിച്ചു പോയിട്ടുള്ളവരോ മറ്റോ ഒരു അടുത്ത വിവാഹത്തിലേക്ക് പോകാനുള്ളൊരു ചാൻസസും നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ കാർഡ് നിങ്ങൾക്ക് കിങ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടങ്ങൾ നേടിത്തരുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ
നിങ്ങൾ അത് നിങ്ങൾക്ക് വേണ്ടുന്ന ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറച്ച് ലക്ഷറി ആയിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടിയും നിങ്ങൾ അത് ആസ്വദിക്കുന്നു, അതിനുവേണ്ടി ചിലവാക്കുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം എന്നുള്ളത് കൂടിയിട്ട് ആണിപ്പോൾ നമ്മൾ സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് ഫേമസ് ആവാനും ചാൻസസ് ഉള്ള സമയമാണ്. ഫെയിം ആൻഡ് അത് സമ്പത്തും ഫിനാൻസും രണ്ടും ഒരേപോലെ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.